ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 20ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെതിരെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്രമണങ്ങളും. ദൈവത്തെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. ഒരു വ്യക്തിയും ദൈവവിശ്വാസത്തിൽ ജീവിക്കരുത്. ദൈവത്തെ പുറത്താക്കണം, തള്ളിക്കളയണം, ദൈവം മരിച്ചു. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൊണ്ട് നിറഞ്ഞ ലോകം, തത്വചിന്തകളും നിരീശ്വരവാദികളും ചാർവികന്മാരും നാസ്തികന്മാരും ബൈബിൾ കയ്യിൽ കൊണ്ട് നടക്കുന്നവരുൾപ്പെടെയുള്ളവർ ഇന്ന് ആ തരത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു അന്തരീക്ഷത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. ഒരു വലിയ കടമ അവർക്കുണ്ട്. ദൈവം അവരെ അജ്ഞതയുടെ ഇരുട്ടിൽ തള്ളിവിട്ടിട്ടില്ല. ഈ നിരീശ്വരവാദികളുടെ ചാർവികന്മാരുടെ നിരന്തരമായ ആക്രമണത്തിൽ ഒളിച്ചോടാനല്ല ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. വ്യക്തമായ തെളിവുകൾ നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ പഠനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതായിരിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. ദൈവമുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന ശൂന്യതയിലേക്കല്ല. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സഹായിക്കാൻ ആരുമില്ല എന്ന ധാരണ ഉണ്ടാകരുത്. നമ്മെ കാണുന്ന, അറിയുന്ന, സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, നടത്തുന്ന, തൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം, സൃഷ്ടാവായ സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിരീശ്വരവാദത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെ കാറ്റുകൾ കൊടുങ്കാറ്റുകളായി രൂപപ്പെട്ടാലും ദൈവമക്കൾ അടിയുറച്ച ഒരു ഉറച്ച പാറയിൽ തന്നെ നിലകൊള്ളണം. അതിന് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം വളരെ ആവശ്യമാണ്. ഇത് ഏറ്റവും വലിയ ആക്രമണമാണ്, ഏറ്റവും വലിയ ആരോപണമാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെതിരെ. ഇത് എന്താണെന്ന് ആദ്യം നമ്മൾ നിർവചിച്ചു. ദൈവവചനത്തിൻ്റെ ചില പരാമർശങ്ങൾ ദൈവദാസന്മാരുടെ ഭാഗത്തു നിന്നും ഈ നിലവിളികൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടു. കൂടാതെ ഇങ്ങനെയുള്ള വാദത്തിന് മറുവാദത്തെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ നാം കണ്ടു നന്മയുടെ ഉറവിടം. ദൈവമില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ബോധ്യമുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പാണ് നന്മയുടെ ഉറവിടം. പ്രപഞ്ചത്തിലുള്ളതെല്ലാം പദാർത്ഥത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയുന്നവർ അവർ മറുപടി പറയേണ്ട ചോദ്യമാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന നന്മ, കരുണ, ദയ, പരോപകാരം തുടങ്ങിയ എല്ലാ നല്ല സ്വഭാവങ്ങളും, എല്ലാ നല്ല ഗുണങ്ങളും അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു? തിന്മയിലേക്ക് മാത്രം നോക്കാതെ ഈ നന്മയുടെ ആവിർഭാവം എവിടെ നിന്ന്? നന്മ എങ്ങനെ ഉണ്ടായി? നന്മയുടെ ഉത്ഭവം എവിടെ നിന്ന്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പൂർണ്ണതയുള്ള ഒരു സൃഷ്ടാവുണ്ട്, വ്യക്തിത്വമുള്ള ഒരു ദൈവമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ അറിവിൻ്റെ പരിമിതികൾ നമ്മൾ അംഗീകരിക്കണം. ഈ ഭൂമുഖത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഉദ്ദേശവും ഇടപാടുകളും എന്താണ് എന്ന് വ്യക്തമായി അറിയാൻ കഴിയില്ല. യോബിൻ്റെ കാര്യത്തിൽ നമുക്കതറിയാം, ജോസഫിൻ്റെ കാര്യത്തിൽ നമുക്കതറിയാം. ദൈവം എല്ലാം നമുക്ക് അറിയിച്ചു തരില്ല. അവസാനം നമുക്കൊരു പക്ഷേ ബോധ്യപ്പെടും. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ജീവിതയാത്രയിൽ വേദനകളും മുള്ളുകളും സങ്കടങ്ങളും എടുത്തു മാറ്റുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, പക്ഷെ അത് ജയിക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇപ്പം ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് വേദനകളും കഷ്ടതകളും ദുഃഖങ്ങളും യാതനകളും പ്രയാസങ്ങളും എല്ലാം നീക്കിത്തരാമെന്നല്ല, അതിൻ്റെ മേൽ വിജയിക്കാനുള്ള, അതിജീവിക്കാനുള്ള മാർഗം ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ് ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് ഒരു വിധത്തിൽ ഈ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും നമ്മളെ വാർത്തെടുക്കുകയാണ്, നിത്യമായ വാസത്തിൽ നമ്മളെ യോഗ്യരാക്കുകയാണ്. മറ്റൊരു സംവിധാനം ഇതിന് തുല്യമായിട്ടില്ല. അതുകൊണ്ട് എല്ലാം ഒരു സൗഖ്യത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. നമ്മളിൽ ഒഴിഞ്ഞു പോകേണ്ട, നീങ്ങിപ്പോകേണ്ട, മാറ്റിക്കളയേണ്ട പല ദുസ്വഭാവങ്ങൾ ഉൾപ്പെടെയുള്ളവ മാറുവാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ കാരണമായി മാറും. നന്മ എന്താണ്, തിന്മ എന്താണെന്ന് നമ്മുടെ നിർവചനത്തിൻ്റെ അപര്യാപ്തത നമ്മൾ കണ്ടു. വിഷയങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മ നമ്മൾ കണ്ടു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി ചില മനുഷ്യർ ഈ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ വെറും മിഥ്യയാണ്, മായ ഭ്രമമാണ്, അബദ്ധധാരണയാണെന്നുള്ള ചിന്തയിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് പ്രശ്നപരിഹാരം കണ്ടെത്താൻ പറ്റില്ല. വേദന സത്യമാണ്,
ഒടിഞ്ഞ കാലം ഒടിഞ്ഞതാണ്, അതിൻ്റെ നിലവിളി സത്യമാണ്, അത് വെറും തോന്നലല്ല എന്ന് നമ്മൾ കണ്ടു. തുടർന്ന് ഈ വിഷയത്തിന്റെ പരിഹാര മാർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ചില കാര്യങ്ങൾ പുറകോട്ട് പറയുന്നത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റാതെ പോയാൽ, ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അതൊന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ പരിഹാര മാർഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കണ്ടു, ഈ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് ആദ്യം അതിന്റെ പ്രകൃതി, അതിന്റെ സ്വഭാവം ആദ്യം തിരിച്ചറിയണം. എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്, എന്താ അതിന്റെ കാരണമെന്ന് തിരിച്ചറിയണം. ഒന്നാമത് നമ്മൾ കണ്ടു പ്രകൃതി നിയമങ്ങളുടെ ആവശ്യകത. പ്രപഞ്ചത്തിലുള്ള ഭൂരിപക്ഷം വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഭൂമുഖത്ത് നടമാടുന്ന പല പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുടെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്നതാണ് മിക്കതും. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു 6 ദിവസം കൊണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ വ്യക്തമാണ്. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച മനോഹരമായി. എല്ലാത്തിനും കൃത്യമായ ക്രമം, നിയമം, അത് എൻ്റെ നടത്തിപ്പിന് ദൈവം വെച്ചു. ദൈവം സൃഷ്ടിച്ചിട്ട് വെറുതെ സൃഷ്ടിക്കായിരുന്നില്ല. കൃത്യമായി ഒരു മരത്തിൽ ആ ഒരു പഴം, ആ പഴത്തിൽ അടുത്ത മരമുണ്ടാകാനുള്ള വിത്ത്, ആ വിധത്തിൽ ഓരോ വിത്ത് ഓരോ പഴത്തിലും, അങ്ങനെ എല്ലാ പഴങ്ങളിലും അതിൻ്റെ വിത്തുകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും, സസ്യലോകത്തിലെ പരാഗണം ഉൾപ്പെടെ, ജന്തുക്കൾ, മൃഗലോകങ്ങളിലെ ഇങ്ങനെ ജലജന്തുക്കൾ, എല്ലായിടത്തും അതിൻ്റെ നിയമങ്ങളുണ്ട്. കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ. ഈ ദൈവം മനോഹരമായി പ്രകൃതിയെ അണിയിച്ചൊരുക്കുമ്പോൾ വ്യക്തമായ നിയമ സംവിധാനത്തിലാണ് അതിനെ ഒരുക്കി വെച്ചത്. ആ നിയമമാണ് പ്രകൃതി അനുസരിക്കുന്നത്. സമുദ്രത്തിലെ തിരമാലകൾ അതനുസരിക്കുന്നു, കടൽ തിട്ടകൾ അതനുസരിക്കുന്നു, പക്ഷികളുടെ ലോകത്ത് അവർ അതനുസരിക്കുന്നു. ഉൽപ്പത്തി 8:22 നമ്മൾ വായിച്ചു. അപ്പൊ ഈ ഒരു ക്രമം വളരെ ആവശ്യമാണ്. പ്രകൃതി നിയമങ്ങൾ ഈ ക്രമത്തെ നിലനിർത്തുവാൻ വേണ്ടതാണ്. ഇത് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം തരികയാണ് കൃത്യമായിട്ട്. ഈ നിയമങ്ങൾ ലംഘിച്ചാൽ ന്യായമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ഏത് നിയമങ്ങൾ ലംഘിച്ചാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ശിക്ഷ, പിഴ ഉണ്ടാകുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം. ഏതെങ്കിലും നിയമങ്ങൾ നമ്മൾ ലംഘിച്ചാൽ അതിൻ്റെ പിഴയുണ്ടാകും, ശിക്ഷയുണ്ടാകും. അത് സ്കൂളിലായാലും കോളേജിലായാലും വാഹനം ഓടിക്കുമ്പോഴായാലും എവിടെ ആ ജീവിത രീതിയിലായാലും ഇതൊക്കെ ഉണ്ടാകും. ഗലാത്യലേഖനം 6:7 നമ്മൾ കണ്ടു, നാം വിതച്ചത് തന്നെയാണ് കൊയ്യുന്നത്. ചിലത് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്യുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. കാരണം ലോകത്തെ ജീവിക്കുന്ന സമൂഹത്തെ നശിപ്പിച്ച് ഭൂമിയെ ഇല്ലാതാക്കിയിട്ട് അത് തിരിച്ച് ഭൂമി മനുഷ്യനെ ആക്രമിക്കുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ തിരിച്ച് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, ഇത് മനുഷ്യൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് ഈ വേദനകൾ. അപ്പോൾ ഈ കാണുന്ന പല ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും വേദനകളുടെയും പിന്നെ ഒരു കാരണം പ്രകൃതി നിയമങ്ങളുടെ ലംഘനമാണ്. ചില മനഃപൂർവ്വമായി പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അനാവശ്യമായ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വിളിച്ചു വരുത്തുകയാണ്. ദൈവം ഒരു നിത്യമായ പദ്ധതി പ്രകാരം എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത്, പരിഹാര മാർഗത്തിൽ കണ്ടത്, ഈ ദുഷ്ടതയുടെയും തിന്മയുടെയും എല്ലാം പ്രകൃതിയെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പ്രകൃതി നിയമങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അത് ലംഘിച്ചാൽ അതിൻ്റെതായ ഭവിഷ്യത്തുണ്ടാകും. ഈ നിയമ സംവിധാനത്തിലൂടെയാണ് ക്രമം കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്, സ്വതന്ത്രമായ തീരുമാനമെടുക്കേണ്ട ആവശ്യകത. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി ദൈവം നമുക്ക് കാണിച്ചു തന്നു. സ്വതന്ത്രമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുവാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്തിനാ കൊടുത്തത്? തെറ്റിൽ നിന്ന് മാറി നിൽക്കാനാണ്, പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനാകണമെങ്കിൽ അവന് ഈ കഴിവ് വേണം. തെറ്റും ശരിയും തമ്മിൽ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് വേണം. ചില മനുഷ്യരുടെ സംശയം, ദൈവത്തിന് മനുഷ്യനെ പാപം ചെയ്യാത്തവനായി സൃഷ്ടിക്കാൻ പറ്റില്ലായിരുന്നോ? ഒരിക്കലും ജീവിതത്തിൽ പാപം ചെയ്യാൻ കഴിയാത്ത ഒരാളായിട്ട്, വ്യക്തിയായി ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും കഴിയും. ദൈവത്തിന് അതിന് ഒരു കുറവുമില്ല. ദൈവത്തിന് കഴിയും മനുഷ്യനെ പാപം ചെയ്യാൻ കഴിയാത്ത ഒരാൾ ഒരു സൃഷ്ടിയാക്കാം. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ
പിന്നെ മനുഷ്യൻ മനുഷ്യനല്ലാതാണ്, അവൻ വെറും മെഷീൻ, അതായത് യന്ത്രമായിരിക്കും. അവന് തിന്മ ചെയ്യാൻ പറ്റില്ല. തിന്മ ലോകത്തിൽ അഥവാ ഉണ്ടായാൽ പോലും അത് ചെയ്യാൻ പറ്റില്ല. അവന് നന്മ മാത്രം ചെയ്യാൻ അവരെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു യന്ത്രമായിരിക്കും. നിങ്ങളും നമ്മൾ ആരും ഒരിക്കലും ഒരു യന്ത്രമായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഒരുപക്ഷെ സംസാരിക്കാനുള്ള സംവിധാനമുള്ളതായിരിക്കും ആ റോബോട്ടിന്, യന്ത്രമനുഷ്യന്. അതിന് വിവാഹം കഴിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല, തയ്യാറാകില്ല. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് നന്മ തിന്മകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ അവൻ മനുഷ്യനെന്ന പേരിന് യോഗ്യനല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും അതിനുള്ള പരിതസ്ഥിതികളും സാഹചര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ അവനെ ആക്കി വെച്ചത്. അവൻ്റെ മുമ്പിൽ ഒരു ചെറിയ നിസ്സാരമായ കൽപ്പന. അവൻ്റെ ഈ കഴിവ് അവൻ വെളിപ്പെടുത്തണം, അവൻ തെളിയിക്കണം. അവൻ്റെ താല്പര്യം നന്മയോടാണ്, ദൈവത്തോടാണ്, ദൈവവചനത്തോടും കൽപ്പനയോടെയാണ്. ആ താല്പര്യം തെളിയിക്കണമെങ്കിൽ മറുവശത്ത് വേറൊരു ശക്തിയുണ്ട്. മറുവശത്ത് ഇവനെ പ്രലോഭിപ്പിക്കുന്നൊരു ശക്തിയുണ്ട് അവിടെ. ആ ശക്തിയുടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഇല്ല, എനിക്കത് വേണ്ട, ഞാനിത് എടുക്കില്ല എന്ന് പറയാൻ ഇവന് കഴിയണം. ആ ഒരു സംവിധാനം മനുഷ്യദൈവം ആരംഭം മുതൽ വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഉൽപ്പത്തി ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ മനുഷ്യന് ഈ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അല്ലാതെ കാൽവിനിസ്റ്റുകാർ പറയുന്ന പോലെ മനുഷ്യൻ ജനിച്ച ഉടനെ അവൻ നരകത്തിൽ പോകാൻ ഇത്ര പേര്, സ്വർഗത്തിൽ പോകാൻ ഇത്ര പേര്, അത് അന്ധവിശ്വാസമാണ്, തിരുവെഴുത്തുകൾ അറിയാത്തത് കൊണ്ടുള്ള അവസ്ഥയാണ്. ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, യന്ത്ര മനുഷ്യനായിട്ടല്ല. ഇപ്പൊ മനുഷ്യനുള്ള കഴിവ് ദൈവം വെച്ചിട്ടുണ്ട്, ആ ശക്തി ദൈവം വെച്ചിട്ടുണ്ട് തിന്മയിൽ നിന്ന് മാറി നടക്കാൻ. സാത്താന്റെ പ്രലോഭനം മുന്നിൽ വരുമ്പോൾ അതിൽ നിന്ന് വേണ്ട, ഞാൻ അതുകൊണ്ട് സഹകരിക്കില്ല എന്ന് പറയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് വളരെ വ്യക്തമായി നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പൊ മനുഷ്യന്റെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവന് തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാകണമെങ്കിൽ ഏത് ദിശയിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അടച്ചു കെട്ടിയ, വേലി കെട്ടിയ, അതിര് വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മൃഗത്തിന് ഒരുപക്ഷെ സംഭവിച്ചത് വരാം. ഒരു പട്ടിയെ വളർത്തുമ്പോൾ ഒരു വലിയ കൂട്ടിനകത്ത് നമുക്ക് വളർത്താം. അത് പക്ഷിയായാലും പട്ടികളായാലും മറ്റു മൃഗങ്ങളായാലും ഒരു കൂട്ടിനകത്ത് അടച്ചു പൂട്ടി നമുക്കതിനെ വളർത്താം. പക്ഷെ അത് സ്വാതന്ത്ര്യമല്ല. അത് ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായ എതിർദിശകളുണ്ട്. ഒരുപക്ഷെ പാപം ഒരു വശത്ത്, വിശുദ്ധി മറുവശത്ത്, നന്മ ഒരു വശത്ത്, തിന്മ മറ്റൊരു വശത്ത്, അല്ലെങ്കിൽ പിശാച് ഒരു വശത്ത്, ദൈവം മറുവശത്ത്. മനുഷ്യൻ നടുക്ക് നിൽക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യന്റെ തീരുമാനം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ശൗലിനെ വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ സാത്താനിൽ നിന്ന് അവനെ വിളിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിളിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവനും അനുഗ്രഹങ്ങളും ശാപവും വയ്ക്കുന്നു എന്ന് മോശ പറഞ്ഞു. നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. യോശുവ പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുപ്പീൻ ആരെ സേവിക്കണം. ഇടുക്കമുള്ള വഴിയുള്ള പോണോ, വീതി വിശാലമുള്ള വഴിയിലൂടെ പോണോ? മനുഷ്യനാണ് എന്നും തിരഞ്ഞെടുപ്പ് വേണ്ടത്. അവൻ തിരഞ്ഞെടുക്കണം. ഇപ്പൊ അവന്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്, വീതിയുള്ള വഴി, വിശാലമായ വഴി. ചുരുക്കമായി പറഞ്ഞ രണ്ടാണ് പ്രധാന വഴികൾ. ഒന്ന് വീതിയുള്ള, നാശത്തിലേക്ക് പോകുന്ന വീതിയുള്ള വഴി, ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ സഞ്ചരിക്കുന്ന വഴികൾ. മറുവശത്ത് ഇടുക്കമുള്ള, ഞെരുക്കമുള്ള വഴി, സത്യസന്ധമായി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനയിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുന്ന വളരെ കുറച്ചു പേർ മാത്രം കണ്ടെത്തുന്ന വഴി. അതിന് വില കൊടുക്കാൻ തയ്യാറായവർ മാത്രം, ജീവിതം അതനുസരിച്ച് രൂപപ്പെടുവാൻ തയ്യാറാകുന്നവർ മാത്രം കണ്ടെത്തുന്ന വഴി. സമർപ്പണത്തോടുകൂടി സ്വയം സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുന്നവരുടെ വഴി. നമ്മൾ തിരഞ്ഞെടുക്കണം ഏത് വഴിയിലൂടെ പോകണമെന്ന്. ദൈവം നമുക്ക് താല്പര്യമില്ലാതെ വഴി കൊണ്ട് വെച്ചിട്ട് നമ്മൾ നടക്കാൻ പറയില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. എന്നെ അനുഗമിക്കുന്നവൻ എന്ന് ക്രിസ്തു എപ്പോഴും പറയും, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വേണം, അത് വളരെ പ്രധാനമാണ്.
ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ചങ്ങലയിട്ടാൽ അവന്റെ ശരിക്കുള്ള അവസ്ഥയെ തകർക്കുകയാണ്. അവൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പറയാൻ പറ്റില്ല. അവന്റെ ചുറ്റും വേലി കെട്ടി അടച്ചു. ഇതാണ് യോബിനോട് കുറിച്ച് സാത്താൻ പറഞ്ഞ പരാതി. അവൻ ഈ ഭക്തി കാണിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവഭക്തനായിരിക്കുന്നത്, ആത്മീകനായി ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? ദൈവം നീ അവന്റെ ചുറ്റും വേലി കെട്ടി അവന്റെ ജീവിതത്തിൽ ഒരു തിന്മ വരെ അനുവദിക്കുന്നില്ലല്ലോ. അവന്റെ കുടുംബത്തിൽ നഷ്ടമില്ല, രോഗങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസങ്ങളില്ല. അതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നെന്നുള്ള ഒരു തെറ്റായ തരത്തിലുള്ള ആരോപണം. ദൈവത്തിനറിയാം വാസ്തവം. പക്ഷെ മനുഷ്യരായി നമ്മളെ പഠിപ്പിക്കാൻ നമുക്കായി ഒരു പുസ്തകത്തിൽ എഴുതി കാണിച്ചു തന്നു. ഇവിടെ കാണിച്ചു തരാം ഞാൻ. അവന്റെ ഭക്തി ഇതൊന്നും കൊണ്ടല്ല, അവന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവന്റെ മക്കളുടെ സൗന്ദര്യത്തിലോ മക്കളുടെ ഭക്തിയിലോ. അവന്റെ സമ്പത്ത്, ഒട്ടകം, ആട്, കഴുത തുടങ്ങി ആയിരക്കണക്കിന് ആടുമാടുകളുടെ സമ്പത്തുള്ള യോബ് ആ സമൂഹത്തിലെ പ്രബലനായ മാന്യനായ മനുഷ്യൻ. അതുകൊണ്ടല്ല അവൻ ഭക്തനായിരിക്കുന്നത്. അവന്റെ ഭക്തി അവന്റെ ആഴമായ ഉള്ളിൽ നിന്നുള്ളതാണ്. ബാക്കി എല്ലാം എടുത്തു മാറ്റിയിട്ട് അതിനൊരു ചലനമുണ്ടായില്ല. ദൈവം വ്യക്തമായി കാണിച്ചു മനുഷ്യന്റെ ഭക്തി അവിടെയാണ്. അവന്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടാൽ അവൻ ശരിക്കും പിന്നെ മനുഷ്യനല്ല. അടച്ചുപൂട്ടാൻ പാടില്ല മനുഷ്യനെ. സ്വതന്ത്രനായിരിക്കണം. അവൻ തീരുമാനങ്ങൾ എടുക്കണം. അവന്റെ തീരുമാനമാണ് അവന്റെ ജീവിതം. ഈ തീരുമാനത്തിലാണ് നാളെ കണക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ദൈവം ന്യായാധിപനായിരിക്കുന്നത്. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനവും അവസാന ദൈവത്തിന് മുമ്പിൽ വരും. സഭാപ്രസംഗി അവസാന അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കാണാം, നമ്മുടെ സകല വഴികളും ദൈവത്തിന് മുമ്പിൽ വരും. എന്തുകൊണ്ട് നീ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ദൈവ നിഷേധം തെരഞ്ഞെടുത്തു? അത് നമ്മൾ അവസാനം കണക്ക് പറയേണ്ടി വരും. പ്രവാചകൻ ചോദിക്കില്ല, അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. തിന്മ നമ്മുടെ ചുറ്റുമുള്ള ഒരു വസ്തുതയാണ്. അതിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ തിരഞ്ഞെടുക്കണം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കണോ, പാപിയുടെ വഴിയിലൂടെ സഞ്ചരിക്കണോ? ഇപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുക്കാനുള്ള കഴിവിൽ വ്യക്തമാണ്. അത് ആദ്യ മനുഷ്യനെ തന്നെ നിങ്ങൾ കാണിച്ചു തന്നു. തുടർന്ന് അങ്ങോട്ട് ചരിത്രത്തിലുടനീളം, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ, ആവർത്തന പുസ്തകത്തിലുടനീളം കാണാം. മോശയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോഴും കാണാം. അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നൽകി തന്നിരിക്കുന്നത് രണ്ട് അവസ്ഥകളും ഉള്ളത് കൊണ്ട് തന്നെയാണ്. അന്ധകാര ശക്തിയുടെ, പൈശാചിക ശക്തിയുടെ സ്വാധീനം മനുഷ്യന്റെ മേൽ വരുമെന്ന് മുന്നറിയുന്ന ദൈവം നമ്മൾ ആ വിധത്തിലാണ് ഇവിടെ ഒരുക്കിയത്, നമ്മളെ സൃഷ്ടിച്ചത്. നമുക്ക് തിരഞ്ഞെടുക്കാം. അണുബോംബുണ്ടാക്കണമെന്നോ അതോ അണുകേന്ദ്ര വിഘടനത്തിലൂടെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപാധിയാക്കിയിട്ട് ആറ്റമിനെ മാറ്റണമെന്നോ നമുക്ക് തീരുമാനിക്കാം. രണ്ടും ചെയ്യാം. ഒന്നുകിലും നമുക്ക് ഈ അണു അല്ലെങ്കിൽ ആറ്റം ഉപയോഗിച്ചുകൊണ്ട് അണുകേന്ദ്ര വിഘടനത്തിലൂടെ അതിന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപാധിയാക്കാം. ഭൂമിക്ക് മനുഷ്യന് നന്മയാകും. മറുവശത്ത് അതുപയോഗിച്ച് അണുബോംബുണ്ടാക്കാം. അണുബോംബുണ്ടാക്കാനാണ് തീരുമാനിച്ച് അതിന്റെ ഭവിഷ്യത്ത് തലമുറകൾ അനുഭവിക്കേണ്ടി വരും. തിന്മയുടെ തെറ്റായ ദുഷ്ടത നിറഞ്ഞൊരു തീരുമാനത്തിന്റെ അനന്തരഫലം ആ വ്യക്തി വരെ തുടർന്ന് അതിനെ ഉപയോഗിക്കുന്ന ദുഷ്ടരായ മറ്റനേകങ്ങളും സമൂഹത്തെ നശിപ്പിക്കാൻ അത് ഉപയോഗിക്കും. അപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ അവന് തിന്മയെ തിരഞ്ഞെടുക്കാൻ, തിന്മയിലേക്ക് നോക്കാൻ കഴിയില്ല എങ്കിൽ അവനൊരു വൈരുദ്ധ്യമാണ്. തിന്മയിലേക്ക് നോക്കാൻ അവന് ആഗ്രഹമുണ്ട്, തിന്മ ചെയ്യാൻ. ദൈവം പല മനുഷ്യരെ അങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ട് തിന്മ ചെയ്യാൻ. നന്മ തള്ളിക്കളഞ്ഞ്, സത്യം തള്ളിക്കളഞ്ഞ്, സത്യം കൈക്കൊള്ളാൻ താല്പര്യമില്ലാതെ, സത്യത്തെ സ്നേഹിക്കാൻ, വചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് ദൈവം ഭോഷ്കിന്റെ ആത്മാവ് അയച്ചു കൊടുത്തു. ഇവിടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ റോമലേഖനം 1-ാം അധ്യായത്തിൽ കാണാം. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾക്ക് ദൈവത്തെ തുറക്കുകയും കൈവിട്ടു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന് ഉള്ളിലുള്ള ആഗ്രഹം കാണാം. പുറമെ ആത്മീക വേഷം കെട്ടി വെള്ളയൊക്കെ വിട്ട് ധരിച്ചു നിന്നാലും എൻ്റെ ഉള്ളിലുള്ള ചായ്വുകൾ ദൈവത്തിന് കാണാം. ഒരു പരിധി കഴിയുമ്പോൾ ദൈവം അവന്റെ ആഗ്രഹത്തിനൊക്കെ തുറന്നു വിടുകയാണ്. അപ്പം നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വെളിപ്പെടും. പ്രസിദ്ധനായ എഴുത്തുകാരനായ C.S. ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, ചില മനുഷ്യന്റെ വിചാരം എന്ന് പറയുന്നത് തിന്മയ്ക്ക് സാധ്യതയില്ലാത്തൊരു സൃഷ്ടിയാണ് ആ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു.
പക്ഷെ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ഇപ്പൊ നന്മയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ തിന്മയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ആ വാതിൽ അവിടെ കിടപ്പുണ്ട്. നന്മ ചെയ്യാൻ കഴിയുന്നവന് തിന്മയ്ക്കുള്ള അവസരവുമുണ്ട്. പക്ഷെ മനുഷ്യനുള്ള സ്വാതന്ത്ര്യം അവന് ഉപയോഗിക്കണം, ഏത് തിരഞ്ഞെടുക്കണമെന്ന്. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ദുഷ്ടതകളും കഷ്ടതകളും വേദനകളും തിന്മകളും യാതനകളും ദുരന്തങ്ങളും കണ്ണുനീരുകളും നിറഞ്ഞ ലോകം, ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന അജ്ഞതയുടെ അവിശ്വാസികളുടെ ലോകത്തില് ദൈവമക്കളെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യവും തിരിച്ചറിവും വേണം. ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഈ പ്രതികൂലത്തിന്റെ, ഈ കഷ്ടതയുടെ, ഈ അത്യാപത്തിന്റെ, ഈ പലവിധമായ പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് എപ്പോഴും അറിയാം. അവർ ദൈവത്തെ തിരഞ്ഞെടുത്തു, ഒരു ചെറിയ സമൂഹം. ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതി, ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും ഈ പരിമിതമായ മനസ്സാണ് മനുഷ്യനുള്ളത്. ഫൈനൈറ്റ് മൈൻഡ്. ദൈവം അനന്തനാണ്, പരിമിതികളില്ലാത്തവനാണ്. അപ്പൊ പരിമിതികളുള്ള മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശത്തെ, ദൈവത്തിന്റെ വീക്ഷണത്തെ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ, അത് ജോസഫിന്റെ കാര്യം പഠിച്ചാലും കാണാം, യോബിന്റെ കാര്യം പഠിച്ചാലും കാണാം. ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. നാം ദൈവം എന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണാണ്. നമുക്ക് സ്വന്തമായ തീരുമാനവും കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു പണി നടക്കുകയാണ്. ദൈവമക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവമക്കൾ ദൈവം ഒരു പണി ആരംഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശത്തിനാണ് അവരെ വിളിച്ചിരിക്കുന്നത്. ഭൂമിയിൽ അവർക്ക് നിറവേറ്റാൻ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പ്രാഥമികമായ ഉന്നം ദൈവമഹത്വമാണ്. അതിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം. ആ കളിമണ്ണ് പോലെ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കും. ആ കളിമണ്ണ് വിഘടിച്ചു നിന്നാൽ, മത്സരിച്ചു നിന്നാൽ, ദൈവഹിതത്തിന് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ, ജീവിക്കുന്നത് എന്തിനാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുന്നില്ല എങ്കിൽ, ആ കളിമണ്ണിന്റെ ജീവിതം പാഴായി പോകും. ആ മനുഷ്യന്റെ ജീവിതം തകർന്നു പോകും. അപ്പൊ നമ്മുടെ പരിമിതമായ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ കാണാൻ സാധിക്കില്ല. ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്, വളരെ വിശാലമാണ്. നമ്മൾ പലത് ഇന്ദ്രിയ ആശക്തികളിൽ നിറഞ്ഞവരാണ്. ലോകത്തിലെ തിന്മകളിലും അഴിമതികളിലും തെറ്റുകളിലും ഒക്കെ ചായ്വുള്ളവരാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യൻ സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള കഴിവ്. അവരുടെ മുമ്പിൽ ഒരു മരത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പഴം തിന്നരുത്. മറുവശത്ത് വേറൊരു വൃക്ഷമുണ്ട്, ജീവവൃക്ഷം. ഈ പഴം പക്ഷെ തിന്നരുത്. തോട്ടത്തിന് നടുവില് അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അവർക്ക് കാണാം വൃക്ഷം. കൺമുമ്പിൽ എപ്പോഴും അതിൻ്റെ മുമ്പിൽ കൂടെ അവർ നടക്കുന്നുണ്ടാകാം. ആ വൃക്ഷത്തോട്ടം നടുവിലാണ് നിൽക്കുന്നത്. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് എത്ര ആകർഷണീയമായാലും, ആരൊക്കെ തരാമെന്ന് പറഞ്ഞാലും തിന്നരുത്. അവിടെയാണ് തീരുമാനം. ആ തീരുമാനം ദൈവമഹത്വത്തിനാണ്. ദൈവമെന്ന പിതാവിനോടുള്ള വിധേയത്വമാണ്, നമ്മുടെ അനുഗ്രഹത്തിനാണ്. എന്തെല്ലാം സ്വാധീനമുണ്ടായാലും അത് പാടില്ല. പക്ഷെ സാത്താൻ അവിടെ പ്രവേശിച്ചു, അവരെ കൊണ്ട് അത് പ്രലോഭിപ്പിച്ച് അവരതിന് വിധേയപ്പെട്ടു. അല്ലാതെ ഇവർക്ക് താല്പര്യമില്ലാതെ സാത്താൻ പറിച്ചു കൊടുത്തതല്ല അത്. ഇവരുടെ ഭാഗത്ത് താല്പര്യമുണ്ടായി. ഹവ്വ അത് കണ്ടു, ഇഷ്ടപ്പെട്ടു, മോഹിച്ചു. അതിൻ്റെ ആകർഷണങ്ങളെക്കുറിച്ച് സാത്താൻ്റെ ശബ്ദത്തിന് വിധേയപ്പെട്ടു. അതിൽ ആഗ്രഹിച്ചു, അത് പറിച്ചു. അല്ലെങ്കിൽ സാത്താൻ പഴം പറിച്ചു കൊണ്ടുപോയി ഭർത്താവിന് കൊടുത്തു, അവനും അത് ഭക്ഷിച്ചു. അവിടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവഹിതപ്രകാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാം, എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അത് തെറ്റാണ് ആ അഭിപ്രായം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ദൈവഹിതപ്രകാരം ചെയ്യാനാണ്. ഇപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. മനുഷ്യന് സ്വതന്ത്രമായി കഴിവുള്ളവനാണ്. ദൈവത്തിന് തിന്മ എടുത്തു മാറ്റാം ഭൂമുഖത്ത് നിന്ന്. പക്ഷെ അങ്ങനെ എടുത്തു മാറ്റുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യം കൂടെ പോകില്ലേ? മനുഷ്യന്റെ സ്വാതന്ത്ര്യം കൂടെ തീരില്ലേ? ഈ തിന്മയുള്ളത് കൊണ്ടല്ലേ നന്മയ്ക്കുള്ള താല്പര്യം വരുന്നത്, നന്മയിലേക്ക് കൂടുതൽ ചായ്വുണ്ടാകുന്നു. നന്മ ചെയ്യുവാൻ നന്മ ചെയ്യും തുടരട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധനാകട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. ഈ അഴുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അതേസമയം ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ നന്മയുടെ വഴിയിലൂടെ, വചനത്തിന്റെ വഴിയിലൂടെ, ദൈവസ്നേഹത്തില്, ദൈവാരാധനയില്, ദൈവഭക്തിയിൽ വളരാൻ സാഹചര്യം ഭൂമിയിലുണ്ട്. ഇല്ലാത്ത സാഹചര്യമല്ല ഇത്. കാരണം ഭക്തി ഉള്ളിലാണ്.
യോബിന് ഇത്രയും ബാഹ്യമായ തകർച്ചകൾ വന്നിട്ടും എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും ഉള്ളിലുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സാധ്യമാണ്. അത് അവന്റെ തീരുമാനമാണ്. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടു. അവൻ പൊന്നുപോലെ പുറത്തു വന്നു. അപ്പോൾ മനുഷ്യന്റെ മോഹം നിറഞ്ഞ, ബുദ്ധിയില്ലാത്ത, ആർത്തി നിറഞ്ഞ മനുഷ്യന്റെ പല തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലമായി അനേക ദുഷ്ടതകൾക്കും നിലനിൽക്കുന്നു. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, യാക്കോബ് 1:13, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ഈ തിന്മകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ വന്നത് ദൈവം വരുത്തിയതാണ്. ഒരിക്കലും പറയരുത്. ദൈവം വിശ്വസ്തനാണ്. നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാത്തവനാണ്. ശലോമൻ പറഞ്ഞത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അവന്റെ അവസാനം ആ മരണവഴിയാണ്. മനുഷ്യൻ പലപ്പോഴും ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ചുറ്റും നേരിടുന്ന ആപത്തുകളും അപകടങ്ങളും ദുരന്തങ്ങളും യാതനകളും വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയാണ്. ഒരിക്കലുമല്ല. മർത്യനായ മനുഷ്യൻ ദൈവത്തെ കുറ്റം പറയരുത്. മർത്യൻ ദൈവത്തെക്കാൾ ബലവാനാകാൻ ശ്രമിക്കരുത്. ദൈവത്തെ ഒരിക്കലും കുറ്റം പറയുന്നത്. തിന്മ, ദുഷ്ടത ദൈവത്തിൽ നിന്നല്ല, തിന്മ മനുഷ്യൻ്റെതാണ്. റോമലേഖനം 14-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളൊന്ന് കേൾക്കാം. റോമർ 14:7. അവിടെ പൗലോസ് പറയും, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അപ്പോൾ നമുക്കായിട്ടല്ല ജീവിക്കേണ്ടത്. നമുക്ക് ജീവിക്കുന്ന ഒരു ഉദ്ദേശമുണ്ടാകണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പൊ സ്വാർത്ഥമായ താല്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ തെറ്റായ പല തീരുമാനങ്ങളുടെ അനന്തരഫലമായിട്ട് അവന്റെ ദുരന്തങ്ങളും വേദനകളും വരുമ്പോൾ അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യനെ ആക്കി വെച്ച സ്ഥലം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഏദൻ തോട്ടം, മനോഹരമായ പർദീസ എന്നറിയപ്പെടുന്ന ഏദൻ തോട്ടം. ആ അന്തരീക്ഷത്തിന്റെ ഭംഗിയും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും മഹത്വവും ശ്രേഷ്ഠതയും ഒന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ, ആ ആദാം ഹവ്വ എന്ന് പറഞ്ഞ ദമ്പതികളെ അവിടെ ആക്കി വെച്ചപ്പോൾ, പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള വ്യക്തികളെ അവരെ സൃഷ്ടിച്ചവിടെ ആക്കി വയ്ക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഉചിതവും അനുഗ്രഹവുമായ പരിതസ്ഥിതിയായിരുന്നു. നിത്യമായി അവിടെ വസിക്കാനാണ് ദൈവം അവരോട് ആക്കി വെച്ചത്. പക്ഷെ മനുഷ്യൻ പാപത്തിലേക്ക് പോയി വീണു. അങ്ങനെ വീണു ദൈവം ആഗ്രഹിച്ചതല്ല. പക്ഷെ ദൈവത്തിന് അറിയാം. ദൈവം മുന്നറിവുള്ളവനാണ്. ആരംഭത്തിൽ അവസാനം വരെ ദൈവത്തിന് എല്ലാം അറിയാം. ദൈവമല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആദാം തൻ്റെ കുടുംബത്തെ തകർത്തു, തൻ്റെ ഭവനം തകർത്തു, പാപം തിരഞ്ഞെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഭൂമി ശപിക്കപ്പെട്ടു. ആ ശാപത്തിന്റെ ഫലമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം 16-19 തൽക്കാലം വായിച്ച് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത പഠനത്തിൽ തുടരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെ അവിടെ ദൈവം ഇവരെ വിളിച്ചു വരുത്തിയിട്ട് കണക്ക് ചോദിക്കും. നിങ്ങൾ ചെയ്തെന്താണെന്ന് അന്വേഷിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് കണക്ക് പറയണം. നമ്മൾ ചെയ്തത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ദൈവത്തോട് കണക്ക് പറയണം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അതുവരെ ഭൂമത്ത് വേദന എന്തെന്നറിയില്ല, കഷ്ടത എന്നറിയുന്നില്ല. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യരോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും നീ തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷമെല്ലാം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. അപ്പൊ അന്നുവരെ അതില്ല. അവിടെ വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഭൂമി ശപിക്കപ്പെട്ടു. ഭൂമിയുടെ മുഖത്ത് മാറ്റം വന്നു. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയായി. എങ്ങനെയായിരുന്നു ഏദൻ തോട്ടമെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ജലപ്രളയത്തിലൂടെ അതെല്ലാം തകർന്നു പോയി കാണാം. പക്ഷെ അനുഗ്രഹീതമായൊരു സ്ഥലമായിരുന്നു. ഇങ്ങനൊരു സ്ഥലത്ത് മനുഷ്യനെ ദൈവം വെച്ചിട്ടും അവന് കിട്ടിയ സ്വാധീനത്തിൽ അകപ്പെട്ട് അവൻ തിന്മയിലേക്ക് ചായുമ്പോൾ
എന്തുകൊണ്ട്? അവന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ചാഞ്ഞത്. അവന് തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവൻ തിന്മയിലേക്ക് ചരിഞ്ഞത്. എല്ലാത്തിൻ്റെ കാരണം മനുഷ്യനാണ്, ദൈവമല്ല. ഈ ഭൂമി ഇപ്രകാരം പ്രതിഷേധിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ, പലവിധമായ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഭൂമി തിരിച്ച് മനുഷ്യനെ പ്രതിഷേധിക്കുമ്പോൾ അതിൻ്റെ കാരണം മനുഷ്യൻ തന്നെയാണ്. ഭൂമി ശപിക്കപ്പെട്ടു, ഭൂമി ശാപം കൊണ്ട് നിറഞ്ഞു. മനുഷ്യൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഭക്ഷിക്കേണ്ടി വന്നു എല്ലാ തലത്തിലും. ഇതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് അടുത്തവണ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന വിഷയം ഭൂമുഖത്ത് കഷ്ടതകളും ദുഃഖങ്ങളും ദുഷ്ടതകളും വേദനകളും സങ്കടങ്ങളും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, ഇല്ലെന്ന് പറയുന്ന മനുഷ്യർക്ക് ശരിക്കും അവർക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ്. ദൈവത്തെ വാസ്തവത്തിൽ ഈ അവസ്ഥകൾ കാണിച്ചിരിക്കുകയാണ്. ഈ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുണയെ, മനസ്സിലിവിനെ, ആർദ്രതയെ, സഹായത്തെയൊക്കെ നമുക്ക് അനുഭവിപ്പാൻ അവസരം തരികയാണ്. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായിരിക്കും, ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്നവർക്കായിരിക്കും അവരിൽ ദൈവം പ്രവർത്തിക്കും. അവർക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേടാൻ അനുവദിക്കില്ല. അവർ ദൈവ പദ്ധതി പ്രകാരം ജീവിതം സമർപ്പിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, കൽപ്പനയനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളാണ്. അവർ ജീവിക്കുന്ന ഭൂമിയിൽ തന്നെയാണ്. ഭൂമി നമുക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കർത്താവ് ഞാനിനെ ജയിച്ചവനാണ്, ഒരു മാർഗം തന്നിട്ടാണ് പോയത്. കർത്താവിൽ ഹൃദയവും മനസ്സും ഉറപ്പിക്കുക, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഹൃദയം മനസ്സുറപ്പിച്ച് ഏകാഗ്രമാകുക, ലോകപ്രകാരമുള്ള ഒരു ചിന്തകളിൽ നിന്ന് മനസ്സിനെ അടർത്തി മാറ്റുക. ഇതല്ല നമ്മുടെ ശാശ്വത ഭവനമെന്ന് അറിയുക. നാം ഒരുക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക. നിത്യമായ വാസത്തിനായി, തേജസ്സിലുള്ള വാസത്തിനായി നാം തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുശവന്റെ കയ്യിൽ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്നും മാഞ്ഞു പോകേണ്ട, നീങ്ങിപ്പോകേണ്ട, ഹിസ്കിയാവിനോട് പറഞ്ഞ പോലെ നിന്റെ ക്രമത്തിലാക്കേണ്ട പല കാര്യങ്ങൾ ഇനിയുമുണ്ട് നിന്റെ ജീവിതത്തിൽ. അത് ദൈവം ക്രമത്തിലാക്കാൻ ആവശ്യപ്പെടുകയാണ്, നമ്മളെ ഒരുക്കുകയാണ്. ഭൂമി അതിന് സകലതും കത്തി അരിഞ്ഞു പോകും. പക്ഷെ നിനക്ക് ഒരു ഭവനം ഞാൻ ഒരുക്കി വയ്ക്കുകയാണ്. നിന്നെ ഞാൻ എന്നോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ വേണം, എൻ്റെ കൂടെ നിന്നെ ഇരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനുള്ള യോഗ്യത നീ ഭൂമിയിലെ ജീവിതം കൊണ്ട് നേടണം. അതിനുള്ള അവസരങ്ങളാണ് ഞാൻ നിനക്ക് തരുന്നത്. അതിനുള്ള പാഠങ്ങളാണ്, അതിനുള്ള പരിശീലനങ്ങളാണ്. ഈ വിധത്തിൽ നമ്മൾ ജീവിതത്തെ കണ്ടാൽ ഇതൊന്നും ഒരു ദൈവമില്ല എന്നുള്ളതല്ല തെളിയിക്കുന്നത്, ദൈവം ഉണ്ടെന്നുള്ളത് തെളിയിക്കുക. ഇതിൻ്റെ കൃപയും കരുണയും മനസ്സിലും സ്നേഹവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമയങ്ങളാണ് ഭൂമിയിലെ ഈ തീർത്ഥയാത്ര. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പഠനത്തിൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.